അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് താൽക്കാലികം ആ ഭാഗത്ത് കൂടി കോട്ടയ്ക്കൽ വളാഞ്ചേരി റൂട്ടിൽ പോകുന്ന 70% വാഹനങ്ങൾക്കും കടന്നു പോകാൻ സാധിക്കുന്ന ഒരടംപാലം വൈലോങ്കരം ബൈപ്പാസ്, ആ ബൈപ്പാസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ മഞ്ഞളാംകുഴി അലി MLA പരിശ്രമ ഫലമായി സ്ഥലമേറ്റെടുക്കലും സ്ഥലമുടമകൾക്ക് പണം കൊടുക്കലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരടംപാലം മാനത്തുമംഗലം ബൈപ്പാസിന് മുമ്പ് ഈ പദ്ധതി പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ ആ ഗതാഗതക്കുരുക്കൊന്ന് പരിഹരിക്കാമെന്ന്. അപ്പോൾ MLA തന്നെ ചോദിക്കാം, ആ പ്രശ്നം, അതായത് ഒരടംപാലം വൈലോങ്കര ബൈപ്പാസിന്റെ കാര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോൾ തുടങ്ങും, അതൊന്നും അറിയാൻ നാട്ടുകാർക്ക് താല്പര്യം. അത് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോഴുള്ള ഒരു പ്രശ്നം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവസാന ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ കൃഷി വകുപ്പ് അതിൽ എലിവേറ്റഡ് ഹൈവേ, അതായത് കാല് വെച്ചിട്ടുള്ള ഹൈവേ ആയിരിക്കണം, അല്ലാതെ പറ്റില്ല എന്നുള്ള ആവശ്യം അവർ പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല, അത് നിർബന്ധമായിട്ടും റോഡ് നിലത്ത് കൂടി തന്നെ പോകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്രാവശ്യത്തെ ഈ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാരോടൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ താല്പര്യപൂർവ്വം അത് പരിഗണിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി വളരെ താല്പര്യപൂർവ്വം എടുത്തിട്ടുണ്ട്. അവരെ ഒരു SLC ഇപ്രാവശ്യം അവർ ചേരുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഉണ്ടല്ലോ, അവർ ഈ ആഴ്ച ചേരുന്നുണ്ട്. ചേർന്ന ഉടൻ തന്നെ അത് പാസ്സാക്കി കിട്ടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരെ അത് മുന്നോട്ട് കൊണ്ടുപോകും. കിഫ്ബിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. കിഫ്ബി ഇപ്പം പറയുന്നത് പാടത്ത് കൂടി പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇത് റിവൈസ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അത് നീട്ടാനുള്ള എല്ലാ ഇതും പല ഭാഗത്തുനിന്നും കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് ആരംഭിക്കാൻ കഴിയുമെന്നതിൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അതിൽപോയ പൊതുപ്രവർത്തകർ, മുതിർന്ന ആളുകൾ വരെ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന തരത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. ഇത് ഏറ്റവും വേഗത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ മീറ്റിങ്ങും അങ്ങനെയുള്ള ചർച്ചകളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് താങ്കൾ പറഞ്ഞ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ എല്ലാവരും ഉൾപ്പെടുത്തി അക്കാര്യത്തിൽ തീരുമാനം. ഇന്ന് രാവിലെ വരെ മന്ത്രിമാരോട്, 2 മന്ത്രിമാരോടും അവരുടെ PSമാരോടും ഞാൻ സംസാരിച്ച ഈ 2 കാര്യത്തിനെ പറ്റി. ഒന്ന് PWD മിനിസ്റ്ററോടും, അതുപോലെ തന്നെ ഒന്ന് കൃഷി വകുപ്പ് മന്ത്രിയോടും. അത് ഞങ്ങൾ ഡെയിലി അത് ഫോളോഅപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ആരംഭിക്കണം എന്നുള്ള ആവശ്യം ജനങ്ങൾക്കൊക്കെ ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. പെട്ടെന്ന് തന്നെ ആരംഭിക്കും, അത് വലിയ പ്രയാസമൊന്നുമില്ല. ചില സ്ഥലം ഉടമകൾ സ്ഥലം വിട്ട് നൽകി, അവർക്ക് പണം കിട്ടി. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേറെ രീതിയിലാവണം? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ അത് എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകാനുള്ള വലിയൊരു ശ്രമം നടത്തിയിരുന്നു. അല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേ, അവിടെ അറിയുന്ന ആൾക്കാർ എല്ലാവർക്കും അറിയില്ല, അവിടെ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ ഒരാവശ്യമില്ലല്ലോ. നല്ല പാടമാണ്. ഒരു ഭാഗത്താണ് കൃഷി, ഒരു ഭാഗത്ത് കൃഷിയില്ല. അവിടെ വലിയ വെള്ളമൊന്നും വരാനില്ല, തോടുണ്ട്. ആ തോടിന് നല്ല കമാനം വെച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷേ നടക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോരോ കണ്ടീഷൻ വെച്ച് ഓരോരോ ഉദ്യോഗസ്ഥന്മാർ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത്. അപ്പോൾ അത് മാറ്റി പ്രാവശ്യം ഒരു സംശയം വേണ്ട, അത് പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മങ്കട MLA നിലക്ക്, അതായത് താങ്കൾക്കായിട്ട് ക്രെഡിറ്റ് പോകുമെന്നുണ്ട്, ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തി മുടക്കാൻ നോക്കിയാണെന്ന് ആരെങ്കിലും വെറുതെ തമാശ? അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത് ക്രെഡിറ്റ്? എല്ലാ പാർട്ടിക്കാരായാലും ജനങ്ങൾക്ക് അത് ഉപയോഗമുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അത് വരണം. അല്ലാതെ ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, ജനങ്ങൾക്കാണ് ക്രെഡിറ്റ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കല്ലേ, ജനങ്ങളല്ലേ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ജനങ്ങൾക്കാണ്. അല്ലാതെ അതിന് വേറെ കക്ഷി ഇതൊന്നും നമ്മൾ രാഷ്ട്രീയമൊന്നും ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ പദ്ധതി ആരംഭിക്കും എന്ന് തീരുമാനം. ഒരു സംശയം വേണ്ട, പെട്ടെന്ന് തന്നെ ആരംഭിക്കും. എത്രയും പെട്ടെന്ന് ഏതായാലും അത് ആരംഭിക്കും. വൈലോങ്കര ഒരടംപാലം ബൈപ്പാസ് പദ്ധതി എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്ന മന്ത്രിതലത്തിലൊക്കെ അദ്ദേഹം ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഇനി അത് നീണ്ടുപോകില്ല എന്ന ഒരു ഉറപ്പ് കൂടി. അതായത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്, അതൊക്കെ പരിഹരിക്കും. എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കാൻ, ആ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് മഞ്ഞളാംകുഴി അലി MLA നമ്മോട് പ്രതികരിച്ചത്. ജബ്ബാർ വേണാട്ട്, One News, പെരിന്തൽമണ്ണ. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.